കുംഭമാസം പിറക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. അതായത് ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ് കുംഭമാസം 1-ാം തീയതിയായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, കുംഭമാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ അധ്യായം എന്ന് പറയുന്നത്. കാരണം രണ്ട് ഗ്രഹങ്ങൾ, അതായത് ജ്യോതിഷ ശാസ്ത്രപ്രകാരം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഗ്രഹമായ ശനിയും സൂര്യനും കുംഭമാസം 1-ാം തീയതി ഒന്നിക്കുകയാണ്. അപ്പോൾ സൂര്യന്റെയും ശനിയുടെയും ഈ സംയോഗം ചില രാശിക്കാരുടെ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതുകൂടാതെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അനർത്ഥങ്ങളും ഒക്കെ വരുത്തി വയ്ക്കും എന്നാണ് ജ്യോതിഷപ്രകാരം കാണുന്നത്. അപ്പോൾ ഏതൊക്കെ രാശിക്കാരാണ് ഈ ഒരു സമയത്ത് കൂടുതലും ഈശ്വരനോട് ഭക്തി പുലർത്തി അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം കുറച്ചധികം ശ്രദ്ധ പുലർത്തേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളെ പറ്റി ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ശനിയും സൂര്യനും എന്നിങ്ങനെയുള്ള ഈ രണ്ട് ഗ്രഹങ്ങളും ശത്രുത മനോഭാവം വെച്ചു പുലർത്തുന്ന ഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷം കണക്കാക്കുന്നത്. കാരണം ഈ ഗ്രഹങ്ങൾ ഒന്നിക്കുകയും അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങൾ അടുത്തു വരികയും ഒക്കെ ചെയ്യുമ്പോൾ പല സമയങ്ങളിലും അത് മനുഷ്യരുടെ ജീവിതത്തിൽ അത്ര ഗുണകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കില്ല നൽകുന്നത്. അതുപോലെയുള്ള ഒരു സാഹചര്യമാണ് ഈ കുംഭമാസം 1-ാം തീയതി സംഭവിക്കുന്ന ഈ ഗ്രഹങ്ങളുടെ ഒന്നാകൽ കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലല്ല ഈ കാര്യങ്ങളൊക്കെ ദൂഷ്യവശങ്ങളായിട്ട് വരുന്നത്. ഞാൻ ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന രാശിക്കാരായിട്ടുള്ള ആളുകളാണ് ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ടത് ഈ ഒരു കാലയളവിൽ. കാരണം ഈ ഒരു ഗ്രഹങ്ങളുടെ മാറ്റം വളരെയധികം ജീവിതത്തിൽ തകിടം മറിയുന്ന അവസ്ഥകൾ സൃഷ്ടിച്ചേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ രാശിക്കാരെന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാരാണ്. അതായത് ചിങ്ങം രാശിയിൽ ജനിച്ചിട്ടുള്ള, എടുത്തു പറയുവാനാണെങ്കിൽ മകം, പൂരം, ഉത്രം ഉൾപ്പെടുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം തടസ്സങ്ങൾ നേരിടുവാൻ പോവുകയാണ്. അതിപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിട്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് കാര്യതടസ്സം വരുന്നതായിട്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ക്ഷതമേൽക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ വരികയും ഒക്കെ ചെയ്യാം. അങ്ങനെ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്ന് നേരിടുവാനാണ് ഈ ഒരു ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ട് കാണുന്ന ഒരു ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും, അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ കുംഭം 1-നാണ് ഈ സംയോഗം നടക്കുന്നതെങ്കിലും കുംഭമാസത്തിലുടനീളം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് അത് ദിവസങ്ങൾക്ക് മാറ്റം വരും, അതുപോലെ തന്നെ സമയങ്ങൾക്ക് മാറ്റം വരും, ഉണ്ടാകുവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾക്കും മാറ്റം ഉണ്ടാകും. അപ്പോൾ ഏറെ അപകട സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമയം എന്ന് തന്നെ വേണം ഈ ഒരു കാര്യത്തെ പറയുവാനായിട്ട്, ഈ ഗ്രഹ സംയോഗത്തെ പറയുവാനായിട്ട്. അപ്പോൾ കൂടുതലും നിങ്ങൾ ശനീശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സൂര്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കാര്യത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഒരു സമയത്ത് ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ കുംഭം 1-ാം തീയതിയുള്ള ഗ്രഹ സംയോഗം കൊണ്ട് ജീവിതത്തിൽ ചില കഷ്ടതകളും ചില അനർത്ഥങ്ങൾ നിറഞ്ഞ ഒരു കാലത്തിലൂടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അടുത്ത രാശിക്കാരെന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ്. അപ്പൊ ഈ തുലാം രാശിക്കാരായിട്ടുള്ളവർക്ക് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ഈ ഒരു കുംഭം 1-ാം തീയതി നടക്കുന്ന ഗ്രഹസംയോഗം എന്ന് പറയുന്നത്. ഇപ്പം സൂര്യന്റെയും ശനിയുടെയും ഒരു അനുഗ്രഹം കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മനുഷ്യർക്കാർക്കും തന്നെ ഒരു സമാധാനം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയില്ല.
അപ്പോൾ ഈ ഒരു ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്നത്, അതും കുംഭം രാശിയിലുള്ള ഈ ഗ്രഹങ്ങളുടെ സംയോഗം ചിത്ര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ആണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. ഇപ്പോൾ പങ്കാളികളുമായിട്ടൊക്കെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇതുവരെ കഴിഞ്ഞിരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ പോലും ചില ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് പരസ്പരമുള്ള നിങ്ങളുടെ ബന്ധത്തിന് വിള്ളൽ വീഴുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ വന്ന് നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സഹകരണ മനോഭാവവും ആ ഒരു പിന്തുണയും ഒക്കെ കുറച്ച് കുറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയത്തെ പറയേണ്ടത്. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് വളരെ ലഘൂകരിച്ച് അത് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാത്ത രീതിയിലേക്ക് കൈകാര്യം ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തുക. ഈ ഒരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതാണെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. കാരണം ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഈ ഗ്രഹസംയോഗം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു മനുഷ്യന്റെ മനസ്സിനെ തന്നെ, മനുഷ്യന്റെ ചിന്താ മണ്ഡലത്തെ തന്നെ മാറ്റുവാൻ ശക്തിയുള്ള ഒരു കാര്യമാണ്. അതായത് മനുഷ്യന്റെ ചിന്ത വളരെയധികം സ്തംഭിപ്പിക്കുവാൻ തന്നെ ഈ ഒരു ഗ്രഹസംയോഗത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിയിരിക്കുക, ഇങ്ങനൊരു അവസ്ഥ വരുവാൻ ഇടയുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ സംസാരവും ഒക്കെ അഹങ്കാരം ഇല്ലാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റം പങ്കാളിയുമായിട്ട് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുടനീളം ശീലിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ തുലാം രാശിക്കാർക്ക് നേരിടേണ്ടി വരും. അതായത് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ ചില പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുപരി ചില നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണേണ്ടി വരുന്നത്. അതായത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളോട് മോശമായി പെരുമാറുക, അതല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ജോലി പോലും വിട്ടിട്ട് പോയേക്കാം എന്ന തരത്തിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു മാനസികമായ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉളവാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അതിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഈ ഒരു ഗ്രഹ സംയോഗം കൊണ്ടുണ്ടാകുന്ന ആ ഒരു കുംഭമാസത്തിന്റെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് ഈ ശനിയുടെയും സൂര്യന്റെയും കുംഭം രാശിയിലുള്ള സംയോഗം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ പോകുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം ഉൾപ്പെടുന്ന മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെയാണ്. അപ്പോൾ മകരം രാശിക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളും കച്ചവടങ്ങളും അതുപോലെ സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരു തകർച്ച വരുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. അതായത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉളവാകുന്നത്. കാരണം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വരുമാന മാർഗം, അതിൽ ചില തടസ്സങ്ങൾ, വരുമാനം കുത്തനെ ഇടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ തന്നെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള നിലയും കുറച്ച് ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും ഈ ഒരു കാലത്ത് കടന്നു പോകുന്നത്, ഈ കുംഭമാസത്തിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കുംഭമാസം എന്ന് പറയുമ്പോൾ മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് ആ സമയത്തേക്കുള്ള ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ബന്ധങ്ങളിലും നിങ്ങൾക്ക് കുറച്ച് സമാധാനം ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അത് നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില വാക്ക് വ്യത്യാസങ്ങൾ, അതുപോലെ ചില വിശ്വാസ വഞ്ചനകളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ഈ ഒരു കാലയളവിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഗ്രഹസംയോഗം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ഗുണഭാവത്തിലല്ല നിൽക്കുന്നത് എന്നുള്ളത്. അതിനാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും പണമൊക്കെ കടം കൊടുക്കാറുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നാലാമതായിട്ട് വരുന്നത് ഈ കുംഭം 1-ാം തീയതിയുള്ള ഗ്രഹസംയോഗം ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുവാൻ പോകുന്ന നാലാമത്തെ രാശിക്കാരിൽ ഉൾപ്പെടുന്നത് അവിട്ടം, ചതയം, പൂരിട്ടാതി ഉൾപ്പെടുന്ന കുംഭം രാശിക്കാരാണ് വരുന്നത്. അതായത് ഈ ശനിയും സൂര്യനും തമ്മിലുള്ള ഈ സംയോഗം
കുംഭം രാശിക്കാരിൽ ജനിച്ചവരെ വളരെയധികം പ്രതികൂല അനുഭവങ്ങളിലൂടെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള രാശിക്കാരുടെ ജീവിതം പോലെ തന്നെ ഇപ്പോഴും കുംഭം രാശിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അതായത് മാനസികമായിട്ട് എങ്ങനെയാണ് ഇനി ജീവിതം മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതിനെ പറ്റി വ്യാകുലപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കുംഭം രാശിക്കാരുണ്ട്. അപ്പോൾ ഓൾറെഡി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്കാണ് വീണ്ടും ജീവിതത്തിൽ സംഘർഷം നിലനിർത്തുന്ന അനുഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തകർന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ പോകേണ്ടി വരുന്നത്. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഗ്രഹ സംയോഗത്താലാണ് നിങ്ങളുടെ കഷ്ടതകൾ വർദ്ധിക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ കഠിന പരിശ്രമം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും ഈ വരുന്ന കഷ്ടപ്പാടിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് കരകയറുവാനായി. അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളെ അലട്ടിയേക്കാം. അതുപോലെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കുംഭം രാശിക്കാർക്ക് ഈ ഒരു ഗ്രഹ സംയോഗം കൊണ്ട് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളത് പ്രശ്നത്തെ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോകാതെ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി ഈശ്വരനോട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരും മറ്റുള്ള ദൂരയാത്രകളൊക്കെ ചെയ്യുവാനായിട്ട് ഈ ഒരു കുംഭമാസത്തിൽ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നവരൊക്കെ കൂടുതലൊന്ന് ശ്രദ്ധ പുലർത്തുക. കാരണം അപകടങ്ങളും പതിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ജ്യോതിഷ ലോകം തന്നെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് മീനം രാശിക്കാർക്കാണ് ഈ ഒരു കുംഭമാസത്തിലെ ശനിയുടെയും സൂര്യന്റെയും സംയോഗം ഗുണകരമല്ലാത്ത ഫലങ്ങൾ നൽകുന്നത്. അതായത് പുരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഉൾപ്പെടുന്ന മീനം രാശിയിലുള്ള ആളുകൾക്ക് ഈ ഒരു ഗ്രഹങ്ങളുടെ സംയോഗം പല വിധത്തിലുള്ള വെല്ലുവിളികളും കഷ്ടതകളുമാണ് ഈ ഒരു കാലയളവിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴി നിങ്ങളുടെ ജീവിതം കൂടുതൽ ദുർഘടമാകുവാൻ, കൂടുതൽ കഷ്ടപ്പാടിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടേതല്ലാത്ത ഒരു കാര്യങ്ങളിലും നിങ്ങൾ കൊണ്ടുപോയി തലവെക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ചില തട്ടുകേടുകളൊക്കെ സംഭവിക്കുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോകുവാനുള്ള സാഹചര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. കടബാധ്യതകൾ ഒന്നും കൂടുതലായി നിങ്ങൾ വരുത്താതെയും അതുപോലെ തന്നെ നിങ്ങളുടെ പണം മറ്റുള്ളവർക്ക് കടമായി കൊടുക്കാതെയും ഒക്കെ ഇരിക്കുന്നതാണ് ഈ ഒരു കാലയളവിൽ ഏറ്റവും നല്ലത്. അതിനാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞിട്ടുള്ള 5 രാശിക്കാരും പ്രത്യേക ശ്രദ്ധ പുലർത്തുക. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് കാര്യം വേണമെങ്കിലും മുന്നോട്ട് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാൽ ഈ ഗ്രഹ സംയോഗത്തിന്റെ സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ ജീവന് ഹാനി വരുന്ന ഒരു തരത്തിലുള്ള റിസ്ക് എടുത്തിട്ടുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ഇടയാക്കും. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ സൂര്യ ഭഗവാനെയും ശനീശ്വര ഭഗവാനെയും ഒക്കെ പ്രീതിപ്പെടുത്തുന്ന തരത്തിൽ വേണം നിങ്ങളുടെ ഈ ഒരു കാലയളവിലെ ജീവിതം കൊണ്ടുപോകുവാൻ. അതായത് കുംഭമാസം മുഴുവനായി നിങ്ങൾക്ക് ഈ ഒരു കഷ്ടതയും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാം. അത് ഈ ഗ്രഹ സംയോഗം കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ് കുംഭമാസത്തിൽ ഒരു ദിവസം പോലും ഇടപെടാതെ നിങ്ങൾക്ക് കഷ്ടകാലമാണെന്നുള്ളതും പറയുവാൻ പറ്റില്ല. ദിവസങ്ങളിലും അതുപോലെ ഇടവിട്ടുള്ള ദിവസങ്ങളിലും ചില സമയങ്ങളിലും ഒക്കെ ആയിട്ടായിരിക്കും, അപ്രതീക്ഷിത സാഹചര്യങ്ങളിലായിരിക്കും നിങ്ങൾക്ക് കഷ്ടതകൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം നിങ്ങൾ ശ്രദ്ധ പുലർത്തുവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും ഞാൻ എൻ്റെ നിത്യപൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് പൂജയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാളും പേരും ഒന്ന് എഴുതി അറിയിച്ചേക്കുക. അടുത്ത അധ്യായവുമായി നാളെ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.